നമസ്കാരം. ഏതൻ ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കേരള ബോക്സ് ഓഫീസിൽ നിലവിൽ ഏറ്റവും വലിയ വിജയം നേടിയിരിക്കുന്ന ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം. പ്രദർശനം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 50 ദിവസങ്ങൾ പൂർത്തിയായി. 50 ദിവസങ്ങൾ പൂർത്തിയാക്കുന്ന ഈ വേളയിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഈ ചിത്രം ഇതിനോടകം തന്നെ 121 കോടി രൂപ കളക്ഷനായി ലഭിച്ചിരിക്കുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറിയിരിക്കുകയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം ഇതിനോടകം. ഈ അവസരത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രത്തിന് കേരളത്തിൽ നിന്ന് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് എത്രയൊക്കെ കളക്ഷനാണ് ലഭിച്ചത് എന്നുള്ള വിവരങ്ങളാണ്. ഏവർക്കും ഒരിക്കൽ കൂടി നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ചെറിയ റിക്വസ്റ്റ് ഉള്ളത്, നമ്മളെ ചാനൽ കുറച്ച് പേര് കാണുന്നുണ്ട്, വലിയ സന്തോഷമുണ്ട്. എങ്കിൽ പോലും 98% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുള്ള ദുഃഖം ഈ അവസരത്തിൽ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം 50 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 121 കോടി രൂപ നേടിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് എറണാകുളത്ത് നിന്നാണ്. ഏതാണ്ട് 24 കോടി 50 ലക്ഷം രൂപയാണ് ഈ ചിത്രം എറണാകുളത്ത് നിന്ന് സ്വന്തമാക്കിയത്. ഇത് ടോട്ടൽ കളക്ഷന്റെ ഏകദേശം 20.25% വരും. പിന്നീട് ലോക എന്ന ചിത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ എടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഏകദേശം 16 കോടി 91 ലക്ഷം രൂപ തിരുവനന്തപുരത്ത് നിന്ന് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം സ്വന്തമാക്കി. ഇത് ടോട്ടൽ കളക്ഷന്റെ ഏകദേശം 13.98% വരും. മൂന്നാം സ്ഥാനത്തുള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം നേടിയത് 14 കോടി 28 ലക്ഷം രൂപയാണ്. അതായത് ടോട്ടൽ കളക്ഷന്റെ ഏകദേശം 11.80%. നാലാം സ്ഥാനത്തുള്ളത് നമ്മുടെ സ്വന്തം കോഴിക്കോടാണ്. ഏകദേശം 14 കോടി 16 ലക്ഷം രൂപയാണ് കോഴിക്കോട് നിന്ന് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം സ്വന്തമാക്കിയത്. ഇത് ടോട്ടൽ കളക്ഷന്റെ ഏകദേശം 11.70% വരും. കൊല്ലത്ത് നിന്ന് ലോക സ്വന്തമാക്കിയത് 8 കോടി 18 ലക്ഷം രൂപയാണ്. ഇത് ടോട്ടൽ കളക്ഷന്റെ ഏകദേശം 6.76% വരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം സ്വന്തമാക്കിയത് 7 കോടി 9 ലക്ഷം രൂപയാണ്. ഇത് ടോട്ടൽ കളക്ഷന്റെ ഏകദേശം 5.86% വരും. 8 കോടി 28 ലക്ഷം രൂപയാണ് മലപ്പുറത്ത് നിന്ന് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം സ്വന്തമാക്കിയത്. ഒരു പക്ഷേ മലപ്പുറത്തെ ഏറ്റവും വലിയ കളക്ഷൻ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറെ കാലമായി നിരീക്ഷിക്കുന്ന ഒരാള് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും, സാധാരണ ഏറ്റവും വലിയ ഹിറ്റ് പടത്തിന് പോലും മലപ്പുറത്ത് ഏകദേശം ശതമാനക്കണക്ക് വരിക 4 അല്ലെങ്കിൽ 3 ഈ ലെവലിലായിരിക്കും. ലോക എന്ന ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസിലെ ടോട്ടൽ കളക്ഷന്റെ ഏകദേശം 6.84% മലപ്പുറത്ത് നിന്നാണ്. ഇതിനു മുമ്പ് ഒരു സിനിമയ്ക്കും മലപ്പുറത്ത് ഇത്ര വലിയൊരു കളക്ഷൻ ശതമാനം വന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. 7 കോടി 46 ലക്ഷം രൂപയാണ് പാലക്കാട് നിന്ന് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം സ്വന്തമാക്കിയത്. ഇത് ഏതാണ്ട് ടോട്ടൽ കളക്ഷന്റെ 6.16% ഉണ്ടാകും. കോട്ടയത്ത് നിന്ന് 6 കോടി 57 ലക്ഷം രൂപയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം സ്വന്തമാക്കിയത്. ഇത് ടോട്ടൽ കളക്ഷന്റെ ഏകദേശം 5.43% വരും. 5 കോടി 95 ലക്ഷം രൂപയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം ആലപ്പുഴയിൽ നിന്ന് സ്വന്തമാക്കിയത്. ഇത് ടോട്ടൽ കളക്ഷന്റെ ഏകദേശം 4.92% വരും. 2 കോടി 35 ലക്ഷം രൂപയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം കട്ടപ്പന റീജിയനിൽ നിന്ന് സ്വന്തമാക്കിയത്. കട്ടപ്പന എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇടുക്കി ബേസ് ചെയ്തിട്ടുള്ള സ്ഥലമാണെന്ന്. എന്തായാലും 2 കോടി 35 ലക്ഷം രൂപയാണ് ഇവിടുന്ന് ഈ ചിത്രം സ്വന്തമാക്കിയത്. ഇത് ടോട്ടൽ കളക്ഷന്റെ ഏകദേശം 1.94% വരും. പത്തനംതിട്ടയിൽ നിന്ന് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം സ്വന്തമാക്കിയത് ഏകദേശം 1 കോടി 77 ലക്ഷം രൂപയാണ്. ഇത് ടോട്ടൽ കളക്ഷന്റെ ഏകദേശം 1.46% വരും. കാസർഗോഡ് നിന്ന് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം സ്വന്തമാക്കിയത് 2 കോടി 17 ലക്ഷം രൂപയാണ്. ഇത് ടോട്ടൽ കളക്ഷന്റെ ഏകദേശം 1.79% വരുന്നുണ്ട്. വയനാട് നിന്ന് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം സ്വന്തമാക്കിയത് 1.5 കോടി രൂപയാണ്. ഇത് ടോട്ടൽ കളക്ഷന്റെ ഏകദേശം 1.28% വരും. ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രത്തിന്റെ 1/5 കളക്ഷൻ, അതായത് ഏകദേശം 20% കളക്ഷൻ വന്നിരിക്കുന്നത്
എറണാകുളത്ത് നിന്ന് മാത്രമാണ്. തൃശ്ശൂർ, തിരുവനന്തപുരം, കോഴിക്കോട് ഏകദേശം ടോട്ടൽ കളക്ഷന്റെ 37%. ബാക്കിയുള്ള 10 ജില്ലകളിൽ നിന്നാണ് ടോട്ടൽ കളക്ഷന്റെ ഏകദേശം 43% ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം നേടിക്കഴിഞ്ഞത്. ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നത് സ്വാഭാവികമായിട്ടും എറണാകുളത്ത് തന്നെയാണ്. 2ാം സ്ഥാനം തിരുവനന്തപുരത്തുണ്ട്, 3ാം സ്ഥാനം കോഴിക്കോടിന് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് തൃശ്ശൂർ മുന്നേറിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് മലപ്പുറത്ത് ഒരിക്കലും 6.84% കളക്ഷനൊന്നും വ്യക്തിപരമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. കാരണം കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ വൈസിൽ ഏറ്റവും കുറവ് കളക്ഷൻ വരുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം. പക്ഷെ ലോക എന്ന ചിത്രത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ട് എന്നാണ് കളക്ഷൻ വൈസ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെയാണ് കണ്ണൂർ. നമുക്കറിയാം മലബാറിൽ ഏറ്റവും കൂടുതൽ സിനിമ ആരാധകരുള്ള സ്ഥലം കണ്ണൂരാണ്. കണ്ണൂർ നിലവിൽ ആകെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, അവിടെ സ്ക്രീനുകൾ കുറവാണ് എന്നുള്ളതാണ്. ഒരു പക്ഷേ കോഴിക്കോട്ടെ പോലെ അല്ലെങ്കിൽ എറണാകുളത്തെ പോലെ സ്ക്രീനുകൾ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലേക്ക് മലയാള സിനിമയിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമായി കണ്ണൂർ മാറുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തോട് വിയോജിപ്പുള്ളവർ അത് രേഖപ്പെടുത്തുക. എന്തായാലും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള കളക്ഷനാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം ഇതിനോടകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ എവിടെ നിന്നാണ് സിനിമ കണ്ടത് എന്ന് ദയവായി കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സഹോദരന്മാർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോവുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി, നമസ്കാരം.